CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തുടങ്ങും. അതിൽ സംസ്ഥാന സമ്മേളനത്തിന്റെയും പാർട്ടി കോൺഗ്രസിന്റെയും വിലയിരുത്തലുകൾ ചർച്ചയും ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ച ചെയ്യും അല്ലേ? തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. നിലവിൽ സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിൻ്റെയും എടുത്ത നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം നിലമ്പൂർ വിഷയം, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ പാർട്ടി ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പരിഗണിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അതുപോലെ തന്നെ നിലമ്പൂർ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയായിരിക്കും. റിനു പറഞ്ഞതുപോലെ. റിനു, മറ്റൊരു വാർത്ത, ഈ ആശാസമരം 76-ാം ദിവസം എത്തിയിരിക്കുന്നു. റിനു, നിരാഹാര സമരം 38-ാം ദിവസവും. അപ്പോൾ ഈ രാപ്പകൽ സമരയാത്ര മെയ് 5 മുതൽ ജൂൺ 17 വരെ നടക്കുമല്ലേ? അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രതിഷേധമുള്ളത്, കേരളം ഒട്ടാകെ പ്രതിഷേധം അലയടിപ്പിക്കാനാണ് തീരുമാനമല്ലേ? തീർച്ചയായും 76 ദിവസം സമരം പിന്നിടുന്നു. ഏകദേശം 38 ദിവസമാകുന്നു നിരാഹാര സമരം ആരംഭിച്ചിട്ട്. 5-ാം തീയതി മുതൽ കാസർഗോഡ് നിന്ന് വലിയ രീതിയിലുള്ളൊരു സമരയാത്ര ഈ ആശാ വർക്കർമാർ അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 17-ന് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ വലിയൊരു മഹാസംഗമമായി അവസാനിക്കും എന്നുള്ളതാണ് ആശാ സംഘടനയൊക്കെ തന്നെ പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ളൊരു സമരം. ഇവർക്കൊപ്പം ഈ ഗായക സംഘം, തെരുവ് നാടക സംഘം ഉൾപ്പെടെയുള്ളവർ ഓരോ ജംഗ്ഷനുകളിലും എത്തി ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള സമരം ഏറ്റെടുക്കും എന്നുള്ളതാണ്. പ്രാദേശിക സമിതികൾ, സംഘടനകൾ ഇവരുടെ ഈ സമരം ഏത് രീതിയിൽ കൊണ്ടുപോകണം, എവിടെയാണ് സ്വീകരണം നൽകേണ്ട എന്നീ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ്. വലിയൊരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കും എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 17-ാം തീയതി വലിയ സംഘവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമര യാത്ര അവസാനിപ്പിക്കുവാനുമാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെ വലിയ ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന്റെ സാഹചര്യത്തിൽ വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വെങ്കടേഷ്, ഇതിനൊപ്പം റിനു, ഇനിയിപ്പോൾ അറിയേണ്ടത്, നമുക്ക് ഈ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള അലർട്ട് വന്നിട്ടുണ്ടല്ലോ. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണല്ലേ? ശ്രുതി, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വിവിധ ജില്ലകളിലടക്കം വലിയ രീതിയിലുള്ള, അതായത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വലിയ രീതിയിൽ മഴയുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തിങ്കളാഴ്ച കണ്ണൂർ, അതായത് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചൊവ്വാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും തീരദേശ മേഖലയിലുള്ളവർക്കും മലയോര മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തീരദേശ മേഖലകളിലുള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം നാളെ കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴ വരുന്ന 5 ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ ഇങ്ങനെ മഴക്കാറൊക്കെ ഇങ്ങനെ മുകളിലിങ്ങനെ വന്നു പോവും, പക്ഷേ നമ്മളെ പറ്റിക്കും. വെങ്കടേഷ്, തിരുവനന്തപുരത്ത് ഈ നഗരത്തിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം പക്ഷേ പ്രാദേശിക മേഖലകളിൽ, റൂറൽ ഏരിയകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം നമുക്ക് നോക്കുമ്പോൾ വർക്കല, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, നെടുമങ്ങാട്, അതുപോലെ തന്നെ വിതുര മേഖലകൾ, നെയ്യാറ്റിങ്കര മേഖലകളിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ മഴ ലഭിച്ചു എന്ന് വേണം പറയാൻ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പാലോടടക്കം അതിശക്തമായിട്ടുള്ള മഴ തന്നെയായിരുന്നു. വൈദ്യുതി തടസ്സമുണ്ടായി. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ, അതായത് പോസ്റ്റുകളൊക്കെ തന്നെ, മരക്കൊമ്പുകളൊക്കെ തന്നെ കടപുഴകി വീഴുന്ന, അല്ലെങ്കിൽ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ അതിഗംഭീരമായിട്ടുള്ളൊരു മഴയെന്ന് പറയാനും സാധിക്കില്ല. വെങ്കടേഷ്, ശരി, ഓക്കെ റിനു, എന്തായാലും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക്